ഈ വീഡിയോ കാണാത്ത മലയാളികളായിട്ട് ആരും തന്നെ ഇല്ല. ഇത് വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ? ഇങ്ങനെ ഡ്രസ് ഇട്ടത് എന്തിന്റെ ആവശ്യമാണ്? എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്? അമ്മയുടെ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്, അമ്മയുടെ ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാർക്ക് ഒരു അപമാനമായി അങ്ങനെ ഒരു പറഞ്ഞിട്ടൊരു കമന്റ് വന്നായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കോഴിക്കോട്. സോറി, തിരക്ക് കാരണം ഇടാനെങ്ങാനും മറന്നതാണോ? ഒത്തിരി വിഷമം തോന്നി. നമ്മള് പോർട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച രീതിക്കല്ല പ്രേക്ഷകർ നമ്മളെ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോ കണ്ടപ്പോ ശരിയാണ്, ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അവരെ തെറ്റു പറയാൻ പറ്റില്ല. ക്ലീവേജ് കാണിക്കുന്നതോ നെയിൽ കാണിക്കുന്നതോ അങ്ങനെ ഒന്നും എനിക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് ഞാൻ കറുത്തിട്ടാണ്, വെളുത്ത മോള് കറുത്ത മോള് അങ്ങനെ പറയായിരുന്നു. അപ്പൊ അത് കറുത്തിട്ടാണെന്നുള്ളൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. ചുണ്ടോട് ചുണ്ട് ചേരുമ്പോൾ അവൾ ഗർഭിണിയാകുന്നു. ആരാണ് അവൾ? എന്റെ കൂട്ടുകാരുടെ പേരൊന്ന് വിളിച്ച് പറഞ്ഞേക്കല്ലേ, ഇത് കഥയില്ലെങ്കിൽ. ചൈത്രയ്ക്ക് കസ്താറ ഇല്ലാതെ ചൈത്ര ഇരിക്കും, നമുക്കൊന്ന് കാണാം. സന്തോഷമല്ലേ? എന്തെങ്കിലും കഴിച്ചോ? രാവിലെ കഴിച്ചായിരുന്നു അല്ലേ? ഹായ് അച്ഛൻ. ഹായ്. എന്റെ ഈ സാരി ഇഷ്ടമായോ? അടിപൊളി, നല്ല ചേരുന്നുണ്ട് ചൈത്ര. എന്തോ ഇഷ്ടമാണ് ചൈത്ര എല്ലാവർക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറെ നാളായിട്ട് നീ മെസ്സേജ് അയച്ചിട്ട് പറയണം എന്തുവാ കാര്യം? ഇഷ്ടമാണോ എന്നെ? ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഞാൻ എന്തോ മറുപടി പറയും. അപ്പൊ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീൻ വർഗീസ്, വെറൈറ്റി മീഡിയ ന്യൂ ചർച്ചകളിലേക്ക് അവർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, മോഡലാണ്, ഡാൻസറാണ്, യോഗ ട്രെയിനറാണ്. കൂടുതൽ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. ചൈത്ര പ്രവീൺ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം കേട്ടോ കാണാൻ കഴിഞ്ഞത്. നമ്മൾ വീഡിയോയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഈ ചൈത്ര പ്രവീൺ എന്നതിലല്ലാതെ ഒരു ഡോക്ടറും ഉണ്ടല്ലേ? ശരിക്കും എന്താണ് പ്രൊഫഷൻ? ശരിക്കും ഡെന്റിസ്റ്റ് ബൈ പ്രൊഫഷൻ. BDS ആണ്. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഫിലിമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, അങ്ങനെ ഒരു പ്രൊഫഷനിൽ നിന്ന് ഫിലിമിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ്? അതെന്റെ ഉള്ളിലുള്ള പാഷനായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതൊരു വലിയ കഥയാണ്. കഥ പറഞ്ഞു. അല്ല, ഞാനൊരു 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫിലിം ഷൂട്ടിങ്ങിന്റെ സെറ്റിൽ കണ്ടു. അവരെന്നെ വിളിച്ചു. അവർ വിളിച്ചപ്പോൾ ഇവര് കുട്ടീനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു, അപ്പൊ അമ്മ അച്ഛനും വില്ലിങ് അല്ലായിരുന്നു, താല്പര്യമില്ല. അത് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ അത്രയും നേരം ഞാൻ എക്സ്പ്രസ് ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞു, അമ്മ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ സിനിമയിൽ അതായിരുന്നു എന്റെ ഫസ്റ്റ്, എന്താ പറയാ, അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ആ ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ വഴിയെ മോഡലിംഗ് ആയി, പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസ് ആയി, പിന്നെ മൂവീസ് ആയി. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ 4ാം ക്ലാസ്സിൽ ഒരു തുടക്കമായിരുന്നല്ലേ സിനിമയിൽ? അതെ, ഒരു ഹോസ്പിറ്റലിൽ. അവിടെ ഒരു പക്ഷെ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് കയറാൻ പറ്റി. അപ്പം പിന്നെ വീട്ടിൽ സമ്മതിച്ച എങ്ങനെയായിരുന്നു? വീട്ടിൽ സമ്മതിച്ചത് അത് ഒരു ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റന്റ് ജേർണിയാണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ചെറുതായിട്ട് മോഡലിംഗ് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടില്. അത് കഴിഞ്ഞ് സിനിമ. അപ്പം നമുക്ക് ഒരിക്കലും പാരന്റ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും പേടിയുണ്ടാവും, എന്താവും ഏതാവും ഇങ്ങനെ എന്താണ്. അതെ, അവർക്ക് അറിയില്ലല്ലോ എന്താണെന്ന് ഈ ഫീൽഡ് എന്നുള്ളത്. പക്ഷെ അവർ എൻ്റെ കൂടെ വന്ന് ഓരോന്നും കണ്ട് ഓരോ ഷൂട്ടിനൊക്കെ വന്ന് സെറ്റിൽ വന്ന് അവരത് യൂസ്ഡ് ആയി, അവർ കംഫർട്ടബിൾ ആയി. അങ്ങനെയാണ് യാത്രയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി. അവരെയും കൂടെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ആ ജേർണി എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ എൻറിച്ച് ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ യാത്രകൾ ചെയ്തൊരു വ്യക്തിയല്ലേ? യാത്രകൾ ചെയ്തിട്ടുണ്ട്. 2015 ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് തൊട്ടുള്ള ജേർണിയാണ് സത്യം. ഈ മോഡലിംഗിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു മോശപ്പെട്ട സ്ഥലമാണ് മോഡലിംഗ്, അവിടുന്ന് സിനിമയിലൊക്കെ എത്തപ്പെടാൻ പാടാണ്. അതൊക്കെ ഉള്ളതാണോ? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യമല്ലല്ലോ, അല്ല മാർഗ്ഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അതുപോലെ അത് ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. അത് മോഡലിംഗ് ആയിരിക്കും, ചിലപ്പോൾ ആക്ടർ ആയിരിക്കും, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗയായിരിക്കും. അതെന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഇപ്പം ഞാൻ യോഗ ട്രെയിനർ ആണെന്ന് പറഞ്ഞാലും ഐ എം നോട്ട് സർട്ടിഫൈഡ് യോഗ ട്രെയിനറാണ്, പക്ഷെ ഞാൻ അത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാത്തിലും എക്സ്പേർട്ട് ആവണമെന്നില്ലല്ലോ. നമ്മൾ എന്താണോ വേണ്ടത് അത് നമ്മൾ പെർസ്യൂ ചെയ്യുക. എത്ര ഫിലിമോളം ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു 3-4 ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം സെറ്റാണ് എൻ്റെ ഫസ്റ്റ് മൂവി. ഉല്ലാസപുത്രികൾ എന്ന് പറഞ്ഞ വേറെ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ 1000+ ബേബീസ് എന്ന് പറഞ്ഞിട്ട് Disney+ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു വെബ് സീരീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി വിശേഷം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യാനിരിക്കുന്നു.
എനിക്കൊന്ന് സിനിമാ മേഖലയിൽ തന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വൈറലായ ഒരു വ്യക്തിയായിരിക്കും ചൈത്ര അല്ലേ? കാരണം ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ പോലും ഇപ്പം ചിന്തിക്കും ഇവളാരാ, ഇത് കമന്റ് വരും ഉറപ്പല്ലേ, ഇവളാരാ, ഇവളെ എന്തിനു കൊണ്ടിരുത്തി. പക്ഷെ ഈ വീഡിയോ കാണാത്ത മലയാളികളായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെ പറയരുത്. അല്ല, ആരും തന്നെ ഇല്ല. ആ വീഡിയോ ഒന്ന് കണ്ടാലോ? കണ്ടന്റ് ക്ഷീണം മാറിയിട്ടില്ല, കണ്ടു നോക്കാം. ഇനി സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. കാണിക്കുമ്പോ എല്ലാം കാണിക്കണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. വീഡിയോ കണ്ടു. ഇത് കണ്ടപ്പം തന്നെ ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്കുള്ള ചോദ്യം, ഇത് വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടത് എന്തിന്റെ ആവശ്യമാണ്? ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഡ്രസ്സ് ഇടുന്നതൊക്കെ അവരോട് ഇഷ്ടമല്ല, അവരോട് താല്പര്യമാണ്. ഈ കമന്റ് ഇട്ട ആളുകളോട് പറയാനുള്ളത് എന്താണ്? അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ നേരിട്ടത് ചൈത്ര മാത്രമായിരിക്കും. അപ്പൊ അതിന് പറയാനുള്ള മറുപടി എന്തോ? ഇപ്പം എനിക്ക് അങ്ങനെ കമന്റ്സ് ഇട്ടവരോടൊരു മറുപടി ആയിട്ടില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് ഈ ഡ്രസ്സ്, അമ്മയുടെ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്, അമ്മയുടെ ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മലേഷ്യയിൽ പോയപ്പോൾ ടൂർ ഒരു ബ്ലൗസാണ്, അത് ഞാനാണ് സ്റ്റൈൽ ചെയ്തത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഇട്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക് ലച്ചു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോണത്, ബ്ലാക്ക് ഇട്ടാൽ ഞാൻ സുന്ദരിയാണ്. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ തൊട്ട് ഇറങ്ങി ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങുന്നത്. നേരിട്ട് കണ്ടാലും സുന്ദരി തന്നെ കേട്ടോ. താങ്ക് യു. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇറങ്ങി. അപ്പം ഒത്തിരി വിഷമം തോന്നി. നമ്മള് പോർട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച രീതിക്കല്ല പ്രേക്ഷകർ നമ്മളെ കണ്ടിട്ടുള്ളത്. അത് അവരുടെയും തെറ്റല്ല, നമ്മുടെയും തെറ്റല്ല. ശരിയാണ്, ഞാനും ആ വീഡിയോ ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ചിരിയൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ എൻ്റെ കണ്ണും ചിരിയൊക്കെ കൊള്ളാന്നായിരിക്കും പറയും. അപ്പൊ നമ്മൾ അതായിരിക്കും നോക്കുന്നത്. എവിടെ നോക്കാനാ? അപ്പൊ ഞാനിപ്പോ കണ്ടപ്പോ ശരിയാണ്, ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ശരിയാണ്, അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കമന്റ് ചെയ്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഇപ്പൊ പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്? ഇതിനൊരു ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ആണ്, തീർച്ചയായിട്ടും. അത് തന്നെ അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതെ. ഇപ്പൊ അല്ല, വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ എന്നെ വിളിച്ചു. അതിന് അപ്പൊ ഞാൻ അവരോട് താങ്ക്ഫുൾ ആണ് അത് ഷെയർ ചെയ്തത്. അല്ല, ഞങ്ങളൊരു ഹെൽപ്പ് ചെയ്തേ. കാരണം ചൈത്ര ഇപ്പൊ ഞങ്ങൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ വീഡിയോ കിടന്നു ഓടും, ആൾക്കാർ ആ ഒരു രീതി കാണത്തുള്ളൂ. ഇതിപ്പോ ചൈത്രക്ക് പറയാം. തീർച്ചയായിട്ടും. അപ്പം അതിന് വന്ന കമൻറ്റ്സ് ആണെങ്കിലും ഷെയർസ് ആണെങ്കിലും, പിന്നെ എനിക്ക് ഒത്തിരി ഹേർട്ട്ഫുൾ ആയ ഒരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട്ടുകാർക്ക് ഒരു അപമാനമായി അങ്ങനെ ഒരു പറഞ്ഞിട്ടൊരു കമന്റ് വന്നായിരുന്നു. അത് വിഷമം വരാൻ മെയിൻ കാരണം കോഴിക്കോടിനെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലത് പറയണെങ്കിൽ നമസ്കാരം, ഞാനൊരു കോഴിക്കോട്ടുകാരി, നമസ്കാരം ഞാൻ ചൈത്ര എന്ന് പറയാൻ അവിടെ വിട്ടുപോയി. പക്ഷെ എന്നാലും ഞാൻ മിസ്സാക്കാത്ത എന്റെ നാടിനെ ഞാൻ മറക്കില്ല. അത്രയും ഇപ്പൊ സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയല്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കോഴിക്കോട്. സോറി. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും കോഴിക്കോട്ടുകാരി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട്ടുകാർ അത് മാത്രം എനിക്ക് കുറച്ച് ഹേർട്ട്ഫുൾ ആയി തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കമൻസും വന്നിട്ടുണ്ട് കേട്ടോ. ആരോ എന്നെ മെൻഷൻ ചെയ്തു, ചൈത്ര പ്രവീൺ, അതായത് ഈ കുട്ടി ഏതാ എന്ന് ചോദിക്കുമ്പോൾ ചൈത്ര പ്രവീൺ എന്ന് പറഞ്ഞ അടിയിൽ കമൻറ്റ് ചെയ്തു. അപ്പോൾ കമൻറ്റ് ചെയ്തപ്പോൾ അവിടെ നോക്കണ്ട, അവിടെ ഒന്നും ഇല്ല, എനിക്കറിയില്ല എന്താ മീൻ ചെയ്തതൊന്നും. അപ്പോൾ അങ്ങനെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത്, പുരുഷന്മാർ മാത്രമൊന്നുമല്ല അങ്ങനെ കമൻറ്റ് ചെയ്തത്, സ്ത്രീകളും ഉണ്ട്. നമുക്കപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇന്ന ആൾക്കാരാണ് ഇതിനെ മോശം. കമന്റ് എല്ലാം നോക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എല്ലാം നോക്കി. 2 കമന്റ് വായിച്ചോട്ടെ? വായിച്ചോളൂ. തിരക്ക് കാരണം ഇടാനെങ്ങാനും മറന്നതാണോ വന്നൊരു കമന്റ് ആണ്. പിന്നെ എല്ലാവരും പിരിഞ്ഞു പോവുക, സ്കിൻ കളർ ബ്ലൗസ് ആണ്. ഇപ്പം കമന്റ് ആണെങ്കിൽ പോലും ഇത് ചിലപ്പോൾ ഫേക്ക് ഐ ഡി ആയിരിക്കും. 100ൽ 1 ഒറിജിനൽ വന്നല്ലേ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പം പ്രേക്ഷകരോടാണേലും എനിക്ക് തന്നെ ഒരു വിഷമായ ഒരു കാര്യം, ഈ അവിടെ ഡ്രസ്സ് ഇട്ടതിലല്ല ചൈത്രയ്ക്ക് വിഷമം, സ്വന്തം നാടിനെ പറഞ്ഞപ്പോൾ കൊണ്ടല്ലേ. അതെല്ലാവർക്കും ഇല്ലടോ. അത് അത്രമേൽ വിഷമം വരാൻ കാരണം എന്തുവാ?
ബിക്കോസ് കോഴിക്കോട് എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇമോഷണലി ഞാൻ കണക്ട് ആയ, ഞാനെന്ന ആർട്ടിസ്റ്റിനെ വളർത്തിയതും ഞാനെന്ന വ്യക്തി ഡെവലപ്പായതും എല്ലാം കോഴിക്കോടാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്, ഞാൻ വളർന്നത് കോഴിക്കോടാണ്, ഞാൻ കോളേജ് ചെയ്തത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട്ടുകാരായിട്ട് ഞാൻ അത്ര ഇമോഷണലി കണക്റ്റഡ് ആണ്. പിന്നെ എൻ്റെ അമ്മയുടെ വീട് ട്രിവാൻഡ്രമാണ്. ഓഫ് കോഴ്സ് എനിക്ക് എല്ലായിടത്തും എനിക്ക് ആക്സസ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു നാടാണ് കോഴിക്കോട്. അപ്പോൾ ആൾക്കാരെ അത്രത്തോളം വെൽക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലൊരു നാട് എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോയിട്ട് കോഴിക്കോടുകാരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത അത് തന്നെയാണ്. അതിലേറ്റവും സന്തോഷം ഈ ചില ഉൾഗ്രാമത്തിൽ നിന്നൊക്കെ ആളുകൾ കൊച്ചി എന്ന് പറയുന്ന വലിയൊരു ലെവലിലുള്ള നാട്ടിലോട്ട് വരുമ്പം സ്വന്തം നാടിനെ വരെ മറക്കും. ഇപ്പൊ ചൈത്ര കൊച്ചിയിലാണല്ലോ ഇപ്പൊ നിലവിലല്ലേ, എന്നിട്ട് പോലും സ്വന്തം നാടിനെ മറന്നിട്ടില്ല. ആ കണ്ണീന്ന് ഈറനടിയുന്നതിന്റെ ഒരു ഉദാഹരണം സ്വന്തം നാടിന് അത്രമേൽ ഇഷ്ടമല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ചൈത്ര പ്രവീണിന്റെ ഇൻസ്റ്റ ഐ ഡി നോക്കുമ്പോൾ ഫുള്ള് വൈബ്, ചിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഏതൊരു വ്യക്തിയും നല്ലപോലെ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറയുന്നത് ഉള്ളിൽ ഒരുപോലെ വിഷമമുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും. എവറി കോയിൻ ഹാസ് ടു സൈഡ്സ്. ഏറ്റവും ലൈഫിൽ വിഷമം തോന്നിയ ചില നിമിഷങ്ങൾ എന്തൊക്കെയായിരിക്കും? സന്തോഷം കൊണ്ട് വിഷമം തോന്നിയ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അത് ഒരു ഹാപ്പിനെസ് ആണോ കരച്ചിലാണോ എന്നത് എനിക്കറിയില്ല. ഞാൻ 12th പഠിക്കുമ്പം ഒരു നാടകം ചെയ്തു. നാടകം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു നാടകം കഴിഞ്ഞു, ഞാൻ മരിച്ചു വീഴുന്നതാണ് സീന്. നാടകം കഴിഞ്ഞു, ഒരൊറ്റ മനുഷ്യൻ കൈയടിച്ചില്ല, ഒരൊറ്റ മനുഷ്യൻ കൈയടിക്കുന്നില്ല, ഇൻക്ലൂഡിങ് അവർ പാരൻസ്. ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്ത് പണിയാണ് അമ്മയെ കാണിച്ചത്? അറ്റ്ലീസ്റ്റ് വീട്ടുകാരെങ്കിലും കൈയടിക്കണ്ടേ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു നാടകമൊക്കെ കളിക്കാൻ പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെടാം. അപ്പം അമ്മ ചോദിച്ചു, നീ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങളിങ്ങനെയാ കൈയടിക്കുന്നത്? അപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കുന്നത്. ഞാൻ മരിച്ച ആ ഒരു ഇതിലാണ് അവരെടുത്തത് എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര വിഷമമാണോ സന്തോഷമാണോ കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറയാൻ കാരണമേ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയതല്ലേ. അപ്പം ശരിക്കും സിനിമാ മേഖല എന്ന് പറയുമ്പം നല്ല സ്ട്രഗിളിങ് ഉള്ള മേഖല. ഇപ്പൊ ഇത് പറയുമ്പം ഒരുപാട് നാൾ സിനിമയിൽ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വന്നു, നല്ലൊരു സിനിമയിൽ ഇപ്പം കിട്ടി. ഒരു ഡ്രസ്സിലൂടെ ആ ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളോട് ചൈത്രയ്ക്ക് പറയാനുള്ളത് എന്തുവാ? ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ ഇപ്പൊ കുറച്ച് മുന്നേ എന്നോട് ചോദിച്ചു, ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചല്ലോ. പക്ഷെ അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഈ ഒരു ഇവന്റ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാനത് പറയണം? ബിക്കോസ് എനിക്ക് അതിനുള്ളൊരു മെച്യൂരിറ്റി ആയിട്ടുണ്ട്. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് എനിക്ക് ആ ലക്ഷ്യം എനിക്കറിയാം. അതുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ബാഡ് കമൻസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സിലോ എന്നെ കെട്ടിത്താത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനെന്ന ആർട്ടിസ്റ്റിനെ എന്താ പറയുക, ഇങ്ങനെ അവസാനിക്കാനുള്ളതല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ഡൗൺ ആവാത്തത്. അതുകൊണ്ടാണ് എനിക്കതിൽ വിഷമം അധികം ഇല്ലാത്തത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇട്ടു, എൻ്റെ വീട്ടുകാർക്ക് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്, കമന്റ് ഇടുന്നതിന് വിഷയമില്ല, അതെടുത്ത് തീരുമാനം തന്നെ? അത് തന്നെ ഉറച്ച തീരുമാനമാണ്. കാരണം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഞാൻ ഇത് എന്ന് വീട്ടിലെത്തും എന്നുള്ളതായിരുന്നു എൻ്റെ പേടി. എനിക്ക് ആകെയുള്ള പേടി വീട്ടിൽ ഇതെന്ന് എത്തും എന്നുള്ളതാണ്. ഈ വീഡിയോ എനിക്ക് ഓരോ ദിവസം കൂടുമ്പോഴും 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നേ. ചിലപ്പോൾ സൗഹൃദത്തെക്കാൾ ഏറ്റവും പാരവെപ്പ് ബന്ധക്കാരാ അല്ലേ? അപ്പൊ അവിടെ എത്തിയപ്പോഴുള്ള അവരുടെ റിയാക്ഷൻ എന്തുവായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എനിക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് വീട്ടിൽ നിന്ന്. അങ്ങനെയല്ല, ഒന്നും പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടില്ല, നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലാക്കി വെച്ചാൽ എന്റെ വിഷമം എനിക്ക് തോന്നുന്നു, എനിക്ക് വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ റിയാക്ട് ചെയ്യാത്തതായിരിക്കും. കാരണം അമ്മ തന്നെ, ഞാൻ ആ ഡൗട്ടിലുണ്ടെങ്കിൽ അമ്മയടുത്ത് ഞാൻ ആ വീഡിയോ കോൾ ചെയ്ത് ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു ടെൻഷൻ. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്. ഈവൻ ഒരു സ്ലീവ്ലെസ് ഇട്ടാൽ പോലും പ്രശ്നമാക്കുന്ന അച്ഛനാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒന്നും ഏതായാലും ഒരു വിഷയമില്ല, നമ്മൾ ഓക്കെ ആണെങ്കിൽ പിന്നെ അതിനെന്തോ അല്ലേ. ശരിക്കും അന്നൊരു ഡ്രസ്സ് അങ്ങനെ ഇട്ട സമയത്തെ ഇത് ഇത്രമേൽ വൈറലാകുമെന്ന് ചിന്തിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല, ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എന്താണ്, ഞാൻ ഏത് വേദിയിൽ എന്നെ പ്രസന്റ് ചെയ്യുമ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അത് നമ്മളെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം. ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവണം, നല്ല ഹാപ്പി ആയിരിക്കണം. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് എവിടെ പോയി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഞാൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മറന്നുപോയി. അതൊരു ബോധമില്ലായ്മയായിരിക്കാം. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ സാരിയാണോ ഉടുത്തത്, നൈറ്റി ആണോ ഇട്ടിരിക്കുന്നത് എന്നല്ല, പാട്ട് കേട്ടാൽ ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പം അതെന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മനസ്സിലായി. എനിക്ക് ഭയങ്കര വൈബിങ് ആണ്. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ കളിക്കാൻ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡാൻസ് കളിച്ചു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത്രയും നേരം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ പാട്ട് കേട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെയോ കൈവിട്ടു പോയി. അങ്ങനെയാണ് ഇത് സംഭവം. ആ പാട്ടിൽ ചെറുതായിട്ടങ്ങ് ലയിച്ചു പോയി. അതൊരു അടിപൊളി പാട്ടാണ്. നമ്മുടെ കൊത്തയിലെ കലാപകാര ചെയ്ത ഷെരീഫ് മാസ്റ്റർ ആണ് അത് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. അന്ന് അവിടെ കളിച്ച സ്റ്റെപ്പ് നല്ല സാരിയിലൂടെ ഒന്ന് കാണിക്കാമോ? ഓക്കെ, പാട്ടുണ്ട്. അടിപൊളി. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഡാൻസ് കളിക്കുമ്പോൾ ഫുള്ള് ഡാൻസിലാ അല്ലേ? അല്ല, അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ആ ഇട്ട കോസ്റ്റ്യൂമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ വഴിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ചൈത്രയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഹോട്ടാണ് അല്ലേ, സാരി ഇങ്ങനെ ഇടാനുള്ള കാരണം എന്നാ? ഫേക്ക് ആണെങ്കിലും വന്നിട്ടുണ്ടോ അക്കൗണ്ടിൽ നിന്ന്? ഇല്ല, വളരെ കുറച്ച് മെസ്സേജസ് വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ക്യാമറമാൻ നോക്കിയായിരുന്നു അവിടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമന്റ്. അവിടെ ഒന്നും ഇല്ലടാവേ എന്ന് പറഞ്ഞിട്ട്. അതായത് എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ക്ലീവേജ് കാണിക്കുന്നതോ നെയില് കാണിക്കുന്നതോ അങ്ങനെ ഒന്നും എനിക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷെ നാച്ചുറലി അതൊരു സാരി ഉടുക്കുമ്പോൾ ചിലപ്പോൾ കാണും, അതൊരു ചിലപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ കാണും. അതൊരു ഭംഗിയാണ്, അതിന്റെ സ്ത്രീ സൗന്ദര്യം അതാണ്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള വേ ആണ് അതൊക്കെ. ഇത് പറഞ്ഞപ്പോ ഒരു പോയിന്റ് കറക്റ്റ് കേട്ടോ. നമ്മളെ ഡാൻസിൽ നിന്ന് തപ്പി പിടിച്ച് സൈഡിൽ കയറി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നുമില്ല. അത് വീട്ടുകാരെ പേടിച്ചാണോ ഇടാത്തത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഒരുപാട് കൺസെപ്റ്റ് ഷൂട്ട്സ് ഒക്കെ ചെയ്യണം എന്ന് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നടന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യുന്നോണ്ട് എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാരക്ടറിന് വേണ്ടി, ഞാനൊരു ആക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതൊരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു പേർപ്പസ്ഫുള്ളി ഒരു ഷൂട്ടിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ക്യാരക്ടർ, ഇഫ് ദ ക്യാരക്ടർ നീഡ്സ്, അങ്ങനെയുള്ള. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കാണും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം അല്ലേ? അങ്ങനെ ചൈത്രക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഏതാ ഇടാന്? ചേട്ടൻ എന്താ തോന്നുന്നത്? എനിക്കിടാൻ ഇഷ്ടമുള്ളത്, എനിക്ക് ചൈത്രയിൽ തോന്നുന്നത് ലുക്ക് ഞാൻ പറയാലോ, സാരിയാണ്. എനിക്ക് എന്റെ ഫേവറേറ്റ് സാരിയാണ്. അപ്പൊ കണക്ഷൻ ഉണ്ട്, തെറ്റിയിട്ടില്ല. അത് തന്നെയാണ്. അത് തന്നെ. നമുക്ക് ടാസ്കിലോട്ട് പോയാലോ ഇനി? അയ്യോ, അപ്പൊ ഇനി ചൈത്രയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു അടിപൊളി ടാസ്ക് എന്ന് പറയുന്നത് കുസൃതി ചോദ്യങ്ങളാണ്. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വേറൊരു ടാസ്ക് തരും, അത് ചെയ്യണം. ട്രൂത്ത് ഓർ ഡെയർ അത്രയും നമ്മൾ ഇത് കിടുക്കൻ, ആരും ഇതുവരെ ചെയ്യാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ടാസ്കും ആയിരിക്കും. നമ്മളെല്ലാ ഇന്റർവ്യൂവിലും ഫ്രഷ് ഒരുപാട് അല്ലേ? ഇത് ഫ്രഷ് സാധനമായിരിക്കും. അടിക്കട്ടെ? ഞാൻ ഭയങ്കര വീക്കാണ് ഇക്കാര്യത്തില്. പക്ഷേ ഇത് ജനറൽ നോളജ് ഒക്കെ അറിയാവോ? ജനറൽ നോളജ് കുഴപ്പമില്ല. വീക്കാണോ? ഈ ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഉത്തരം പറയാൻ പ്രയാസപ്പെടും, എന്നാലും നമ്മൾ ചോദിക്കാം. കാരണം നമ്മൾ അതുപോലെ 2-3 ദിവസം ഉറങ്ങാതിരുന്ന് എഴുതി ചോദ്യങ്ങളാ. അത്രയും ടഫാ. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? ചോദിക്കട്ടെന്നാ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏത്? നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സാധനം, ദിവസമല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്നത്. സോറിയാണോ? സോറി അല്ല ആൻസർ. കിട്ടും. ഇത് കാരണം ഞാൻ പറഞ്ഞു 2 ദിവസം ഉറങ്ങാതൊക്കെ എഴുതുമ്പോൾ അതുപോലെ ടെൻഷനാണേ. നമ്മൾ ബക്കറ്റിലൊക്കെ ഇത് ഇങ്ങനെ, അല്ല ബക്കറ്റിലല്ല, മഗ്ഗിലല്ല, ഇത് തലയിൽ ഉപയോഗിക്കും. അയ്യോ, പിന്നെ ഷാമ്പു. അതെങ്ങനെയാ ടാസ്ക് കൊടുക്കണോ അതോ? ഓക്കെ. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. അല്ല, ഗൂഗിൾ മാപ്പ്. അതുകൂടെ സ്ഥാനം മാറുമ്പോൾ അത് ആലോചിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ആലോചിക്കണേ. ഷാമ്പൂ എന്ന് പോലുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ. ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയത്. പിന്നെ എന്റെ മച്ചാനെ ഭയങ്കര പാടല്ലേ? എന്തോ ഈ പറയുന്നേ? എനിക്ക് പോയിക്കാൻ തലയില്ല. ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോയിക്കേ, ജസ്റ്റ് ഒന്ന്. നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം. ഉത്തരം കിട്ടുന്നില്ല. ടാസ്കിലോട്ട് പോട്ടെ, അത് ഉത്തരം കേൾക്കണോ? ഓക്കെ. നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴേ നമ്മുടെ ശരീരഭാഗത്ത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള സാധനമാണ്
അല്ല. അതിന്റെ മേളിലുള്ളത് എന്തുവാ? പിരികം. അതിന് മേളിലുള്ളത് അതിന് മേളിലുള്ള എന്തുവാ? മുടി. മുടി. കറക്റ്റാ ചേട്ടാ. മുടി സ്ഥാനം മാറുമ്പോ പേര് മാറുമോ? അങ്ങനെ മുടി രോമം. ഓ, അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് ഇടുക. മുടിയാണോ രോമമാണോ മാറുന്നത് സ്ഥാനം മാറുമ്പോ? അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോട്ടെ. ഇത് ടാസ്ക് കൊടുക്കണ്ട കേട്ടോ, കാരണം ഇത് നമ്മൾ ഓഡിയൻസിന് നമുക്ക് എക്സാമിനൊക്കെ പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ തരത്തില്ല. അപ്പൊ ഔട്ട് ഓഫ് ഇത് പുറത്തുനിന്ന് വന്നത് അല്ലേ? അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, ഇതിന് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദിക്കട്ടെ, അടിക്കും തോറും നീളം കുറയുന്നത് എന്ത്? നെഞ്ച് കിടന്ന് പിടയ്ക്കുന്നുള്ള ശബ്ദം ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ? സത്യമാണ്. അടിക്കും തോറും നീളം കുറയുന്നത് എന്ത്? അച്ഛൻ എന്തോ ജോലി? ടീച്ചറാണ്. അപ്പൊ അടിക്കാൻ വഴിയില്ല. അതല്ല. ആലോചിച്ച് നമ്മള് ഇത് കുപ്പി അല്ല. നിന്റെ വൈബ് വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതല്ല, കുപ്പിയാണ്. അത് ശരിയാണല്ലോ. ഉത്തരം പറയട്ടെ, ആണി. അത് പൊളിയല്ലായിരുന്നു? ഐശ്വര്യമായിട്ടൊന്ന് കൊടുത്തു. തുറന്നു നോക്കി അങ്ങോട്ട് വായിക്കുക. ഉറക്ക വായിക്കുക. എന്തിനു മോശപ്പെട്ടവല്ലാണ് എഴുതിയേക്കുന്നത്? അത് നമുക്ക് ചെയ്യാം. ഹലോ 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 പറഞ്ഞ അവസാനം ഡയലോഗ് ഇവക്ക് വട്ടാന്ന്. അത് കേട്ടു, ഞാൻ കേട്ടതാണ്. അപ്പം ടാസ്ക് മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഇത് ഒരു പക്ഷേ ചൈത്രയ്ക്ക് പറയാൻ പാടായിരിക്കും, എന്നാലും ഞാൻ ചോദിക്കാം. ചൈത്രയുടെ ബുദ്ധി വെച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ചുണ്ടോട് ചുണ്ട് ചേരുമ്പോൾ അവൾ ഗർഭിണിയാകുന്നു. ആരാണവൾ? എന്റെ കൂട്ടുകാരുടെ പേരൊന്നും വിളിച്ച് പറഞ്ഞേക്കല്ലേ, ഇത് കഥയില്ലെങ്കിൽ. ആരാണവൾ? ഇത് കിട്ടും. ഇത് മറ്റേ സയൻസ് വല്ലതും ആണോ? ഇങ്ങനെ അല്ല, ഇത് മാത്സും ഫിസിക്സും എല്ലാം കൂടെ യോജിച്ചൊരു സാധനമാണ്. ടാസ്ക് എടുക്കട്ടെ? ഉത്തരം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ചുണ്ടോട് ചുണ്ട് ചേരുമ്പോൾ അവൾ ഗർഭിണിയാവുന്നു. ആരാണവൾ? ഉത്തരം, അവൾ ബലൂണാണ്. അത് ഇഷ്ടപ്പെട്ട കൈയടിക്കുക. അത് കാരണം ഇതുവരെ ആരും കാണാത്ത ടഫ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് എടുക്കുക. ആക്ടേഴ്സ് പൂവാലൻ ഓർ പൂവാലി? ചേട്ടനെ വിളിക്കട്ടെ. ഹായ് അജൻ. ഹായ്. ഹൗ ആർ യു? ഫൈൻ. എൻ്റെ ഈ സാരി ഇഷ്ടമായോ? അടിപൊളി. നല്ല ചേരുന്നുണ്ട് ചൈത്ര. എന്തോ ഇഷ്ടമാണ് ചൈത്ര എല്ലാവർക്കും. ഞാൻ ഈ നോസ് പിൻ ഇട്ടത് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കുറച്ച് വലുതായി പോയില്ലേ ഇത്? എന്തോ ഇട്ടത്? കുറച്ച് വലുതായി പോയില്ലേ ഇത്? മൂക്കുത്തി കുറച്ച് വലുതായി പോയില്ലേ? പക്ഷെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ അതില്. എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ്റെ അടുത്ത്. കുറെ നാളായിട്ട് നീ മെസ്സേജ് അയച്ചിട്ട് പറയണം എന്തുവാ കാര്യം? അതെന്താന്ന് അച്ഛനെ അറിയാമല്ലോ. അത് നിന്റെ വായിന്ന് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയത്തില്ല. പറ. ഇഷ്ടമാണോ എന്നെ? ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഞാൻ എന്തോ മറുപടി പറയും. അപ്പൊ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അപ്പൊ പോരുന്നു എന്റെ കൂടെ? പോവാം. സൂപ്പർ ആയിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വീണു. അല്ല, നീ ഇത് ചെയ്തപ്പം നല്ല എക്സ്പ്രഷൻ ഉണ്ട് നിനക്ക് കേട്ടോ. സീരിയസ് ആയിട്ടൊരു കാര്യം ഓക്കെ. ശരിക്കും നല്ല എക്സ്പ്രഷൻ നിന്റെ ഫേസിൽ വരുന്നുണ്ട്. അതൊരു ആക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. നീ ഒറിജിനലായിട്ട് പറഞ്ഞതാണോ എന്നോട്? ഓക്കെ, അടുത്ത ചോദ്യം തരട്ടെ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോൾ? പീരിയഡ്സ് ആവുന്നതിന് മുന്നേ. കേട്ടില്ല? പീരിയഡ്സ് ആവുന്നതിന് മുന്നേ അല്ല. സ്ത്രീ അത് പറഞ്ഞൊരു പോയിന്റ്. കാരണം പീരീഡ്സിന്റെ വേദന ഒരു സ്ത്രീക്ക് അറിയാം തീർച്ചയായിട്ടും. പക്ഷെ അതല്ല ഉത്തരം. നീ അതുകൊണ്ട് ഒതുങ്ങാൻ നോക്കണ്ട. ഈ അമ്പടി കള്ളി അതാലോചിച്ച് ജസ്റ്റ് ഒന്ന്. കാരണം ഇപ്പൊ ചൈത്ര മറ്റുള്ളവർ ചെയ്യുന്നതും ചൈത്ര ചെയ്യാത്തതും
എനിക്കറിയത്തില്ല, ഞാനിങ്ങ് പറഞ്ഞത് കേട്ടോ. അതെന്നെ ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നത് ഞാൻ ചെയ്യാം. ചൈത്ര ചെയ്യാത്തതും ടഫാണല്ലോ. ഔട്ടായി. ഔട്ടായി. ഉത്തരം പറയട്ടെ. പാത്രം കഴുകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഇപ്പൊ 100 പാത്രം നിന്റെ മുന്നിൽ കൊണ്ടിട്ട് നീ പിടിച്ചോണ്ട് കഴുകും. ശരിയായി, നമ്മള് സിനിമയിലൊക്കെ സീരിയൽ കണ്ടിട്ടില്ലേ? കറക്റ്റ് അല്ലേ? ചൈത്ര പാത്രം കഴുകാറുണ്ടോ? അമ്മയൊന്ന് വിളിച്ചേ, വിളി ടാസ്കാ, വിളി, ഫോൺ കൊടു. ചൈത്ര വിചാരിച്ച് നമ്മൾ അമ്മയെ വിളിക്കത്തില്ല, മറ്റു ചാനലിനെ പോലെ തള്ളി മറിച്ച് വിടാവുന്നത്. വെറും തോന്നൽ, നമ്മളിപ്പം വിളിക്കും. ഹലോ അമ്മ, വീട്ടില് പാത്രം കഴുകാനുണ്ടോ? അല്ല, കൊറേ പാത്രം ഉണ്ടല്ലേ കഴുകാൻ, അങ്ങനെ അല്ല. ഞാൻ പോയി, അവിടെ കൊറേ പാത്രം ഉണ്ടായിരുന്നില്ലേ കഴുകാൻ. ചേച്ചി വരുവോ? ഒരു മിനിറ്റ് അമ്മ, ഞാൻ ഫോൺ കൊടുക്കാതെ ഒന്ന്. അമ്മേ നമസ്കാരം. അമ്മ, നമ്മളൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുവാണേ. അപ്പൊ അമ്മയുടെ വിചാരം ചൈത്ര അമ്മയുടെ പേര് അമ്മൂസ് എന്ന് എഴുതിയേക്കുവാന്നല്ലേ. ഇവിടെ കുറെ സ്മൈലി ഒക്കെ ഇട്ട് വെച്ചേക്കോ, ഇങ്ങനെ കണ്ണടയ്ക്കുന്നതൊക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് എന്തിനാന്നറിയാവോ? ചൈത്ര നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞു വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകുന്നത് ചൈത്രയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? തള്ളല്ലേ ഇത്? നീ വിളിച്ച് നേരത്തെ ചിരിക്കണമെന്ന് പറഞ്ഞു. അമ്മോ, ശരിക്കും ചൈത്ര പാത്രം കഴുകുമോ വീട്ടിൽ? അത്യാവശ്യം. അതുകൊണ്ടാണല്ലോ 10 ഇന്ന് വീട്ടിൽ കിടക്കുന്നത്. അത് ശരിയാ. അപ്പോൾ ഓക്കെ അമ്മ, താങ്ക് യു. അമ്മ ടാസ്ക് വിജയിച്ചു കേട്ടോ. 2001 രൂപ നമ്മൾ ചൈത്രയുടെ കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ അമ്മ, ഓക്കെ, താങ്ക് യു. അല്ലല്ല, അത് ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ, പക്ഷേ ചൈത്ര സത്യം പറഞ്ഞ ഒരു വ്യക്തി കേട്ടോ. നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ നമ്മളെ. അതുകൊണ്ട് സത്യത്തിനോട് നിന്നോട്ടെ, കള്ളം പറഞ്ഞിരുന്ന് അവിടെ കഴിയുന്നില്ല. അടുത്ത ടാസ്കോ? നേരത്തെ ടാസ്ക് ഒക്കെ കളഞ്ഞല്ലേ? അയ്യോ, സ്ക്വാട്ട് ചെയ്യാനാണ്. സാങ്കല്പിക കസേരയിൽ ഇരിക്കുക. കഷ്ടമുണ്ട് ചേട്ടാ. കസാര മാറ്റി ഗൈസ്. സാങ്കല്പിക കസാര, അതായത് ചൈത്രയ്ക്ക് കസാര ഇല്ലാതെ ചൈത്ര ഇരിക്കും. നമുക്കൊന്ന് കാണാം. കൈതാക്ക, എന്നോട് സംസാരിക്കുന്നതിലും. എന്തുകൊണ്ട് ചൈത്ര വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമല്ലേ? എന്തെങ്കിലും കഴിച്ചോ രാവിലെ? കഴിച്ചായിരുന്നല്ലേ? അടിപൊളി. പിന്നെ അടിപൊളി കഴിപ്പായിരുന്നു. എന്തെങ്കിലും ഒരു പാട്ട് പാടും, 2 വരി. 2 വരി ഏതായാലും 2 വരി. ഓക്കെ, കസാര ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ടാസ്കുകളെല്ലാം അതിമനോഹരമായിട്ട് ചൈത്ര ചെയ്തു. നല്ല പോളി വൈബ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ആ കാണുന്ന അങ്ങനെയുള്ള വ്യക്തിയാണെന്നൊന്നും ചിന്തിക്കില്ല. ആള് പൊളി വൈബാണ്. അപ്പം ഇത്രയൊക്കെ ഹാപ്പി ആയിട്ട് ചിരിക്കുമ്പോഴും എനിക്ക് ഒരാളുടെ മനസ്സ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ മനസ്സ് പിടിച്ചെടുത്ത നിലയിൽ ഒരു പ്രണയം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. നിർത്തിയിട്ട് പിന്നെ കണ്ടിന്യൂ ആണോ? ഇപ്പോൾ ഉണ്ടോ നിലവിൽ? ഇല്ല, ബ്രേക്കപ്പ് ആയി. അതൊക്കെ നമ്മള്. അപ്പൊ ടാസ്ക് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കട്ടെ, പോരുന്നതിന്റെ കൂടെ? ആരുടെയും കൂടെ വരുന്നില്ല. അപ്പൊ ആരുടെയും കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുഖം മാറി. അത് മാറാൻ തന്നെ കാരണം അതൊരു 1.5 തേപ്പായിരുന്നല്ലേ? ഓക്കെ, നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്താണ് ആ തേപ്പ് കഥ? ചൈത്രക്കമോ? പേരൊന്നും വെളിപ്പെടുത്തേണ്ട വ്യക്തിയുടെ കേട്ടോ. ഞങ്ങള് നല്ലൊരു കപ്പിളായിരുന്നു. കോളേജിൽ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത സീനിയർ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രണയമായിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ട് മനസ്സ് തുറന്നങ്ങ് അറിഞ്ഞങ്ങ് പ്രേമിച്ചു. ആ വ്യക്തി പോരുത് എന്നൊക്കെ പറഞ്ഞ് പ്രേമിച്ചു. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ പുള്ളിക്ക് വേണ്ടാന്ന് തോന്നി. അപ്പം വിഷമായി, ഇട്ടിട്ട് പോയി. കരഞ്ഞിട്ടില്ല? തീർച്ചയായിട്ടും. എത്ര നാളോളം പൂട്ടി റൂമിൽ കിടന്നു? പൂട്ടി റൂമിൽ കിടന്നല്ല, കുറെ കാലം അതിന്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു. കുറേ കാലം നമ്മൾ എന്തൊക്കെ ഹാപ്പിയാന്ന് പറഞ്ഞാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്നാ ചോദ്യം അതല്ലേ? മൾട്ടിപ്പിൾ ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നമുക്ക് പറഞ്ഞ ബ്രേക്കപ്പ് ഇല്ലേ, അതിനേക്കാൾ നമ്മളെ ഹേർട്ട് ആവുന്നത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിട്ടുപോകുമ്പോഴാണ്.
അപ്പം എനിക്ക് അതിനേക്കാൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള വ്യക്തിയാണ്. അതെ, ഞാൻ ഭയങ്കരമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആൾക്കാരിൽ. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരൊക്കെ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മളടുത്ത് നിന്ന് വിട്ടു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന്റെ റീസൺ പോലും അറിയില്ല, എന്തിനാണ് അവർ പോയെന്നറിയില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഹാർഡ്. റീസൺ ഇല്ലാത്ത പോക്ക് ഒരു ഒന്നൊന്നര പോക്കല്ലേ? ഒന്നൊന്നര പോക്കാണ്. പറഞ്ഞിട്ട് നീ എനിക്ക് ആ ടോപ്പ് തരാത്തോണ്ടാ ഞാൻ പോയത്, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മെസ്സേജ്, നിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പോയത്, അത് മതി. പക്ഷെ അതെങ്കിലും ചെയ്യണം. ഇപ്പൊ ചൈത്രയാണെങ്കിൽ പോലും പറഞ്ഞു, ചൈത്ര ഈ സിനിമാ മേഖലയിലോട്ട് വരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ വീട്ടിൽ അമ്മയാണേലും അച്ഛനാണേലും വിടാൻ താല്പര്യപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് സിനിമാ ലോകം ഇവർ കണ്ടൊരു ഇമാജിനുണ്ട്. അപ്പോൾ എനിക്ക് ചൈത്രയോട് ചോദിക്കാനുള്ളത്, ഒരു സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഈ ആളുകളുടെ ഇമാജിൻ പോലെ വഴങ്ങി കൊടുക്കണം എന്ന് പറയുന്നത് ഈ ചൈത്ര എന്താണ് ഒരു മറുപടി പറയാനുള്ളതിന്? അത് നേരത്തെ പറഞ്ഞു തന്നെയാണ് എൻ്റെ മറുപടി. നമുക്കത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അമ്മയ്ക്കും പേടിയായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവര് കണ്ടൊരു കണക്കൂട്ടലുണ്ട്. ഉണ്ട്, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അവർ എൻ്റെ കൂടെ ലൊക്കേഷൻസിൽ വന്ന് അവിടെ ഉള്ളവരൊക്കെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും എങ്ങനെയാണ്, ഡയറക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും എങ്ങനെയാണ് അച്ഛനെ ട്രീറ്റ് ചെയ്യുന്നത്, എന്നെക്കാൾ നന്നായിട്ടാണ് എൻ്റെ പാരൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്രയും കംഫർട്ട് സോണാണ്. ഞാനിപ്പോൾ LLBയിലാണെങ്കിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ വെബ് സീരീസ് ആണെങ്കിലും 1000+ ബേബീസ്, അപ്പോൾ അതാണെങ്കിലും എല്ലാം എൻ്റെ ഒരു ഹോമായിരുന്നു. അതായത് അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും, ഇത്രയും കമ്പനിയായി ഫ്രണ്ട്സായി വൈബായി നമുക്കൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണെന്ന് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ബാരിയർ അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരിക്കലും ഈ സിനിമയിൽ മാത്രമുള്ള കാര്യമല്ല, അതെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഡോമിനൻസ്. എനിക്ക് എൻ്റെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, വേറെ സിറ്റുവേഷൻസിൽ നിന്ന്, ഞാൻ പറയുന്നില്ല എവിടെ നിന്നാണെന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആസ് എ ഡോക്ടർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല സിനിമയിൽ മാത്രം, സിനിമയിൽ ഇതില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എന്താ പറയാ, അതൊരു ബാലൻസ് ആണ്. ഇപ്പൊ ആദ്യമൊക്കെ ഈ സിനിമയിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് ചിന്തിച്ചിരുന്നു, കാരണം ആയിരങ്ങൾ കാത്തിരിക്കുവോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അപ്പൊ ചൈത്ര ചിന്തിച്ചിരുന്നു എപ്പോഴേലും ഈ ഒരു ലെവൽ എത്തുമെന്ന്? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ സ്വപ്നം കാണാം. ഞാൻ പറയല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മളൊരു കൺസിസ്റ്റന്റ് ജേണിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നാടകം തുടങ്ങിയെങ്കിലും 2015 തൊട്ടിട്ടുള്ള ജേണിയാണിത്. സിനിമയിലോട്ട് എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് ചെയ്യാതെ, അങ്ങനെ പതുക്കെ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഞാൻ ഒന്നും ആയെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നും ആയിട്ടില്ല. ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും കീപ്പ് ചെയ്യുക, അത് എന്ത് ഫീൽഡ് ആണെങ്കിലും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തും, നമ്മളൊരു ഡെസ്റ്റിനിയിൽ എത്തും. എന്നാലും നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചൈത്ര ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ ലോകത്തോട്ട് വന്നപ്പം കൂട്ടുകാരാണെങ്കിൽ പോലും വീട്ടുകാരാണെങ്കിൽ പോലും നീ നിന്റെ പ്രൊഫഷൻ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി എന്തിനു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ, നീ രക്ഷപ്പെടുവോ എന്നൊക്കെ ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടി കൊടുത്തത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഞാൻ മോസ്റ്റ്ലി സൈലന്റ് ആയിരുന്നു. ബിക്കോസ് എന്റെ ഗോൾ എന്താ, എന്റെ സ്വപ്നങ്ങൾ എന്താന്ന് എനിക്ക് മാത്രമേ സംസാരമില്ല, പ്രവൃത്തിയിലൂടെ കാണിച്ചു. അതെ, പ്രവൃത്തിയിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, നീ ഒരു ഡോക്ടറാണ്. പക്ഷെ ഒരുപാട് കാലം മാറി കേട്ടോ. ഇപ്പൊ അങ്ങനെ എൻ്റെ ഒരു 90% ഓഫ് ഫ്രണ്ട്സും എന്നെ സപ്പോർട്ടീവാണ്. വന്ന കളിയാക്കലുകൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് ഞാൻ കറുത്തിട്ടാണ്, വെളുത്ത മോള് കറുത്ത മോള് അങ്ങനെ പറയായിരുന്നു. അപ്പോൾ അത് കറുത്തിട്ടാണെന്നുള്ളൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. അതൊരു കളിയാക്കലായിരുന്നു. പിന്നെ എൻ്റെ ബോഡി ഷെയിം ചെയ്യായിരുന്നു. കറുപ്പിന് ഏഴഴകല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാ ഇത്രയ്ക്ക്? മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്യുക. തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയാ, ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുക, എൻ്റെ ഡെന്റിസ്ട്രി ഗ്രോ ചെയ്യുക. എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ഡെന്റിസ്ട്രി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ എടുത്തൊരു പ്രൊഫഷനാണ്. അപ്പോൾ അത് ഗ്രോ ചെയ്യുക, യോഗ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എനിക്ക് ഒരാഗ്രഹങ്ങളല്ല, പല ആഗ്രഹം. അത് അത്യാഗ്രഹമാണോന്ന് എനിക്ക് അറിയില്ല, ഒന്നും നിൽക്കില്ല. അപ്പോൾ അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അതിൽ എന്തൊക്കെ നടക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തീയിൽ കുരുത്തത് ഉയർത്ത പാടില്ല, അത്രേ ഉള്ളൂ. നടക്കുന്നത് വരെ യാത്ര ചെയ്യും, അതൊരു മാറ്റവും ഇല്ല, അത്രേ ഉള്ളൂ. അത് നമ്മൾ എന്തിലാണെങ്കിലും ഞാൻ ഒഴുക്കിനനുസരിച്ച് ഗോ വിത്ത് ദ ഫ്ലോ. അതെന്താണോ എൻ്റെ ഡെസ്റ്റിനി എന്നുള്ളത്, നമുക്ക് നാളെ ഞാൻ എവിടെ ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉള്ള സമയം ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഒരുപാട് ഉയർച്ചകളും ഒരുപാട് സിനിമകളും
ലൈഫിൽ ആഗ്രഹിച്ചതൊക്കെ ചൈത്ര നടക്കട്ടെ, സംഭവിക്കട്ടെ. ഒരു ഇൻ്റർവ്യൂവിന് ശേഷം വലിയൊരു ഉയർച്ചയായിട്ട് തന്നെ മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു.